ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പൈസി ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. നോക്കൂ എത്ര നന്നായിട്ടത് റെഡി ആയിട്ടുണ്ടെന്ന് നോക്കിക്കേ. നന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിനകത്ത് ഒട്ടും ജലാംശമില്ല, എന്നാൽ തന്നെ അത് നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. നല്ല സ്പൈസിയുമായിട്ടുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കുവാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം കിട്ടിയതാണ്. അത് നന്നായിട്ട് ഒന്നും കൂടെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ജലാംശം എല്ലാം പോകുന്നിടം വരെ നന്നായിട്ട് നമ്മളത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറേ സമയം നമ്മളത് കഴുകി വാരി വെക്കണം, എങ്കിലേ അതിൽ നിന്ന് ഉള്ള ഒരു നമ്മൾ ചോറൊക്കെ ഊറ്റുന്ന ആ പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് വെക്കണം, എങ്കിലേ അതിൽ വെള്ളമെല്ലാം പോയിട്ട് ഡ്രൈ ആയി കിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നീട് ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടു. പിന്നെ ഒരു 8 വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടു. ഒരു 3-4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാല ഒരു സ്പൂൺ ഗരം മസാല ചേർത്തു. 2 സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി അല്ല ഇതിന് ചേർക്കുന്നത്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതാണ് ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്തു. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ചേർത്തു. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നോക്കൂ, നമ്മളത് മിക്സ് ചെയ്യുമ്പോഴും അതിലേക്ക് ഒരല്പം പോലും ജലാംശമില്ല. എല്ലാം ജലാംശം മാറിയതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോൾട്ട് കൂടി ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും സോൾട്ടും എല്ലാ മസാലകളെല്ലാം അതിൽ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അല്പം കൂടി നമ്മൾ സോൾട്ട് ആഡ് ചെയ്യാം. എല്ലായിടവും സോൾട്ട് ആഡ് ചെയ്യാം, പിടിക്കണ്ടേ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് അത് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുക്കറിന് അടച്ചിട്ട് വെയിറ്റ് വിട്ടതിന് ശേഷം നമുക്ക് ഒരു 4-5 വിസിൽ വരെ വരുന്നിടം വരെ വയ്ക്കാം. അങ്ങനെ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നോക്കൂ, അത് നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാണ്ട് തന്നെ വെച്ചിട്ടു അത്രയും വെള്ളമായിട്ടുണ്ട്. ഇനി ഈ വെള്ളമെല്ലാം നമുക്ക് വറ്റിച്ചെടുക്കണം. നമുക്ക് ഇത്രയും വെള്ളമായിട്ടുണ്ട്. അതിൽ നിന്ന് ഊറി ഇറങ്ങുന്ന വെള്ളമാണ്, അല്ലാണ്ട് നമ്മൾ ജലം ഒന്നും ചേർത്തിട്ടില്ല അതിനകത്ത്. ഇനി ഇതെല്ലാം നമ്മൾ തിളച്ച് വറ്റിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റൗവിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അതവിടെ ഇരുന്ന് വറ്റിക്കോളും. അപ്പോഴേക്ക് നമുക്കിതിൽ ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി നമ്മളൊരു 3 ടേബിൾ സ്പൂണാണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1 മുറി തേങ്ങ നന്നായിട്ട് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. നല്ല നീളത്തിൽ കനം കുറച്ച് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. അത് മുക്കാലൊന്ന് മൂത്ത് വരട്ടെ. അത് ആ പച്ചപ്പ് മാറണം. അതുവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നോക്കിക്കാണാം, നമ്മുടെ ബീഫ് ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന്. വെള്ളം തീരെ വറ്റി വെള്ളം ഫുള്ള് വറ്റണം. പക്ഷേ തീ നന്നായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ, കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചുകൊള്ളണം. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു 3 തണ്ട് കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും അതേപോലെ നമ്മുടെ കോക്കനട്ട് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതിലേക്ക് നമ്മളൊരു 2 സവാളയാണ് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. 2 സവാള സ്ലൈസ് ചെയ്തത്
ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിഞ്ഞ് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഓവർ കുക്കൊന്നും ആവണ്ട, നമുക്കതൊരു ഒന്ന് വാടി വന്നാൽ മതി. അതിന് വേണ്ടി നമുക്ക് ആ സവാളയ്ക്കും മാത്രം നമുക്ക് ഒരു ലേശം ഒരു 1/2 സ്പൂൺ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാടി വരട്ടെ. ഇടയ്ക്ക് നമ്മൾ ബീഫൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുകയും കൂടെ ചെയ്യണം, അല്ലെങ്കിൽ അടിയിലുള്ള ഇത് അടിക്ക് പിടിക്കാനൊരു സാധ്യതയുണ്ട്. കാരണം സ്റ്റീലിൻ്റെ കുക്കറും കൂടെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കിയത് ഒരുപാട് അങ്ങ് വാടാൻ വേണ്ടിയിട്ട് ഒന്നും നിൽക്കേണ്ട. അത് ആ ഒരു പച്ച നിറം മാറി ഒരു ട്രാൻസ്പെറൻ്റ് ആവില്ല, ആ ഒരു ഇത് വരുന്ന വരെ മതി നമുക്ക്. അതിന് ശേഷം ബാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ഗ്രാമ്പു, ഏലയ്ക്ക, അതേപോലെ തന്നെ ഒരു കഷ്ണം പട്ട, ഒന്നല്ല ചെറിയ 2 കഷ്ണം പട്ടയും, അതുപോലെ തന്നെ 3 ഏലക്കയും 4-5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ എണ്ണയ്ക്കകത്ത് കിടന്ന ശേഷം ചൂടായിട്ട് അതിൻ്റെ ഫ്ലേവറിങ് ഇറങ്ങിക്കോളും. അത് നന്നായിട്ടൊന്ന് വരട്ടെ. അതിന് ശേഷം നമ്മൾ പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. 1 സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നോക്ക്, നമ്മുടെ ബീഫിൻ്റെ വെള്ളമെല്ലാം ഏറെക്കുറെ എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഒരു ലേശം കൂടെ ഉണ്ട്, എന്നാലും നന്നായിട്ട് വറ്റി വരട്ടെ. നമുക്ക് വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അത്ര അങ്ങ് ഡ്രൈ ആയിട്ടില്ല, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ബീഫ് ഫ്രൈ ആയിട്ട് വന്നിട്ടില്ല, വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ആ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ വാട്ടിയില്ലേ, അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാളയും അതേപോലെ തന്നെ കോക്കനട്ടും കറിവേപ്പില എല്ലാം ഒന്ന് മിക്സായി വരട്ടെ. അതിൽ നമ്മൾ പെപ്പറും ഗരം മസാലയും അല്പം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ചേർത്തതാണ്, അത് കുക്ക് ചെയ്യാൻ നേരം ചേർത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ സാധാരണ എരിവുള്ള മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്യത്തില്ല, കാശ്മീരി ചില്ലിയാണ്. പക്ഷേ ഇതിന് നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്തെങ്കിലേ ശരിയാവുകയുള്ളൂ. ഇനി ഇത് ഇങ്ങനെ കിടന്ന് ഡ്രൈ ആവണം. ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണ്, 2 വേണ്ട, 1 സ്പൂൺ മതി. 1 സ്പൂൺ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗീ എല്ലായിടവും ഒന്നാകട്ടെ. വീണ്ടും നമ്മൾ പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെപ്പറാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. കൂടുതലും നമ്മൾ പെപ്പറാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അതും ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടി 1/2 സ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ എല്ലാവരും ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ബൈ.